ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ് എന്നുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ ഇതുവരെയുള്ള പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സെക്ഷനാണ് ഈ സെക്ഷനിൽ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ഇത് സ്പേസിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവും. ഓരോ അറ്റ് എ ടൈം ടി ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പൊസിഷൻ്റെ ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ വെച്ചിട്ടാണ്. ഓക്കെ, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള എവിടെയാണോ ആ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ആ പൊസിഷനിലുള്ള പൊസിഷൻ വെക്ടർ വെച്ചിട്ട് അപ്പോൾ അതിനൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് കൊടുക്കാം ആർ ഓഫ് ടി എന്നുള്ള രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, പൊസിഷൻ ആർ ഓഫ് ടി എന്നുള്ള ആ ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ആർ ഡാഷ് ഓഫ് ടി കണ്ടാൽ മതി. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എങ്ങനെയാണ്, കമ്പോണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ എന്നുള്ള രൂപത്തിൽ എഴുതുക. അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി. അതിൻ്റെ മോഡുലസിനെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്പീഡാണ്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണെന്ന് പറയും. മോഡുലസ് ഓഫ് വി ഓഫ് ടി, അതായത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി അതെന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് ഐൻ്റെ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ജെൻ്റെ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് എച്ചിൻ്റെ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ, അതായത് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ. ഇനി ഇത് ആറ് ഡിഫറൻഷ്യബിൾ ആവുന്ന കേസിലാണ്. ഇനി വി ഓഫ് ടി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ആക്സലറേഷൻ പറയാം. അതായത് എ ഓഫ് ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യൽ. എ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി ഓഫ് ടീനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എ ഓഫ് ടീനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്താൽ വി ഓഫ് ടീനെ ഒന്നുകൂടെ വെലോസിറ്റീനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആ ബോഡി ആ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷൻ കിട്ടി. എ ഓഫ് ടി ആർ ഡബിൾ ഡാഷ് ഓഫ് ടി, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ, അവിടെ ഒരു ഐ വിട്ട് പോയിട്ടുണ്ട് എഴുതാൻ, എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി കെ. അതാണ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷനായിട്ട് വരും. സിമ്പിളാണ്. അപ്പോൾ ഇനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഞാൻ ആദ്യത്തെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് തരാം, ബാക്കി നിങ്ങളൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ദി പൊസിഷൻ ഫാക്ടർ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ ഈസ് ഗിവൺ ബൈ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ. പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഐയും ജെയും മാത്രമാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ പറയുമ്പോൾ വരിക. കെ എന്ന് കൂടെ വരുമ്പോൾ അത് സ്പേസിലേക്ക് മാറും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് സ്പീഡ് അറ്റ് ടൈം ടി ഈക്വൽ ടു 2. ആർ ഓഫ് ടി എന്താ തന്നിട്ടുണ്ട്, ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ. അപ്പോൾ വി ഓഫ് ടി എന്തായിരിക്കും, ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും, ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 2t ഐ പ്ലസ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ജെ, അതായത് 2t ഐ പ്ലസ് ജെ. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും, അപ്പോൾ 2tനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ 2i പ്ലസ് ജെൻ്റെ കോഎഫിഷ്യൻ്റ് കമ്പോണൻറ്റ് 1 ആയിരിക്കും. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 വരും, പ്ലസ് 0j എന്ന് വരും, അതായത് 2i. അതിനുള്ള വെലോസിറ്റി എന്തായിരിക്കും, ആർ ഡാഷ് ഓഫ് ടി 2ti പ്ലസ് ജെ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി 2i. അപ്പോൾ വെലോസിറ്റി എന്തായിരിക്കും അറ്റ് ടൈം 2, ടിക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 4i പ്ലസ് ജെ. അതേപോലെ ആക്സലറേഷൻ അറ്റ് ടൈം 2i തന്നെ ആയിരിക്കും. അപ്പോൾ സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, മോഡുലസ് ഓഫ് വി ഓഫ് ടി ആയിരിക്കും സ്പീഡ്, അതായത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി അതെന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 2t ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും. ഓക്കെ, ഈ കേസിൽ നമുക്ക് സ്പീഡായിട്ട് 2 ആണ് കാണേണ്ടത്. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ്
2 into 2 whole square പ്ലസ് 1 വരും. ഓക്കെ, അപ്പോൾ ഇത് വരും സ്ക്വയർ റൂട്ട് ഓഫ് 17 വരും. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. സിമ്പിളാണ്, നിങ്ങൾക്ക് വോയിസ് ആയിന് മനസ്സിലാവുന്നത്. അപ്പോൾ R' V of t തന്നിട്ടുണ്ടെങ്കിൽ ഇനി R' of t കാണാൻ എന്ത് മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. R of t കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എങ്ങനെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഓക്കെ. A of t തന്നെങ്കിൽ V of t കാണണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. V of t എന്നിട്ട് R of t കാണണമെങ്കിൽ വീണ്ടും V of t ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കാം, ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് യൂണിറ്റ് നോർമൽ വെക്റ്റർ. ഓക്കെ, നമുക്ക് R of t എന്നുള്ളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓരോ പോയിന്റിലുള്ള യൂണിറ്റ് നോർമൽ വെക്റ്റർ N of t കാണാനുള്ള ഇക്വേഷനാണ് T' of t ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് T' of t. അപ്പോൾ T of t എന്താണ്? T' ആണെങ്കിൽ T of t എന്താണ് ഡിഫൈൻ ചെയ്യണം. T of t എന്ന് പറയുമ്പോൾ R' of t ഡിവൈഡ് ബൈ R of t, അതായത് നമ്മളുടെ ഓരോ പോയിന്റിലുള്ള വെലോസിറ്റിനെ നോർമലൈസ് ചെയ്താണ്, അതായത് മോഡുലസ് ഉണ്ടാകുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തത് T of t. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഓപ്ഷൻസാണ് താഴെ തന്നിട്ടുള്ളത്. T of t എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് N of t യൂണിറ്റ് നോർമൽ വെക്റ്റർ അത് ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കാൽക്കുലസിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സസൈസ് ആയിട്ട് ചെയ്യും. ഓക്കെ, നോട്ട്സിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക്, ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻറ്റ്സ് ഓഫ് എ ആക്സിലറേഷൻ. Let R of t be the position vector of an object moving along a smooth curve C. The acceleration A is equal to at t plus a n n, where at is equal to R' of t dot R double dash of t divided by R dash modulus of R dash of t, and a n is equal to modulus of R dash of t cross R double dash of t divided by modulus of R dash of t. ഇതാണ് ഇക്വേഷൻ. അതിൽ എ ടീനെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയും, എ എന്നിനെ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും. A particle moves along a curve described by the vector R of t is equal to ti plus t square j plus t cube k. Find the tangential scalar and normal scalar components of acceleration of the particle at time t. ഈ എ എന്ന് എഴുതിയതിൽ ടി എന്നുള്ള വെക്ടർ നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടി ഓഫ് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ടി. എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലുള്ള നോർമൽ വെക്ടർ. ഓക്കെ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നത്. നോർമൽ വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ ആക്സിലറേഷൻ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ നോക്ക് പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്ക്. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. നമുക്ക് എന്തൊക്കെ കാണണം? എ ടി കാണണം, എ എൻ കാണണം. എ ടി കാണണമെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി കാണണം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണണം. എ എൻ കാണണമെങ്കിലും ആർ ഡാഷ് ഓഫ് ടിയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കാണണം.
ഓക്കെ, അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ആർ ഓഫ് ടീനെ കമ്പണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഐ പ്ലസ് 2t പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ വരും. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി അതിനൊന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, കമ്പണൻറ്റ് വൈസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 0i പ്ലസ് 2j പ്ലസ് 6k വരും. ഓക്കെ, അപ്പോൾ ആർ നമുക്കിനി എ ടി കാണണമെങ്കിൽ ടാൻജൻഷ്യൽ കമ്പണൻറ്റ് ഓഫ് ആക്സലറേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണണം. അപ്പോൾ ആർ ഡാഷ് ഓഫ് ടിയും കണ്ടിട്ടുണ്ട്, ആർ ഡാഷ് ഡബിൾ ഡാഷ് ഓഫ് ടിയും കണ്ടിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. അതായത് കമ്പണൻറ്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 × 0 പ്ലസ് 2t × 2 പ്ലസ് 3t സ്ക്വയർ × 6t വരും. അതായത് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ത് വരും, 40 18t ക്യൂബ് വരും. സോറി, ഇനി നോർമൽ കമ്പണൻറ്റ് കാണണമെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണും. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റാണ് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ ആർ ഡാഷ് ഓഫ് ടീൻ്റെ കമ്പണൻസ് തൊട്ട് താഴെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക. ഐ 2t 3t സ്ക്വയർ, പിന്നെ ആർ ഡബിൾ ഡാഷ് ഓഫ് ടീൻ്റെ കമ്പണൻസ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക 0 to 60. സിംപ്ലിഫൈ ചെയ്യുക, ഡിറ്റർമിനൻറ്റ് കാണും. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് എന്ത് കിട്ടും, 60 സ്ക്വയർ ഐ മൈനസ് 6tj പ്ലസ് 2t. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി രണ്ട് കേസിലും വേണം. അപ്പോൾ അതും കണ്ടെത്തുക. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്തായിരിക്കും, ഈ വെക്ടറിൻ്റെ മോഡുലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2t ഹോൾ സ്ക്വയർ പ്ലസ് 3t ഹോൾ സ്ക്വയർ. അതായത് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t⁴. ഓക്കെ, ഈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കാണണം. അതാണ് നമുക്ക് എൻ ഓഫ് ടി കാണുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. അതും ഇതേപോലെ കണ്ടെത്തുക. ഇനി ഈ എ ടീൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് റിക്വയർഡ് ആൻസറായി. എ ടി എന്നുള്ളത് 40 പ്ലസ് 18t ക്യൂബ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t⁴ വരും. എൻ സ്ക്വയർ റൂട്ടോ ഇവിടുന്ന് അവസാനം 4 ന്യൂമറേറ്ററിൽ നിന്ന് 4 കോമൺ എടുക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ 2 വരും. 2 × സ്ക്വയർ റൂട്ട് ഓഫ് 9t സ്ക്വയർ പ്ലസ് 9t സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 9t⁴ പ്ലസ് 4t സ്ക്വയർ പ്ലസ് 1 വരും. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സോൾവ് ആണ് ചില ക്വസ്റ്റ്യൻസ്, അത് വെരിഫൈ ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സസൈസ് ആയിട്ടും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് നമുക്ക് തേർഡ് സം BSc മാത്സ് കോർ പേപ്പറായിട്ടുള്ള കോർ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.